നമ്മുടെയൊക്കെ പെണ്ണുങ്ങള് ആ ആരെങ്കിലും രണ്ടുപേരെ കണ്ടാ ഓടി കാട്ടിക്കേറി ഒളിക്കുന്ന ഒരു കാലം കൂടി ഉണ്ടായിരുന്നു. ആ മനുഷ്യനെ കാണാൻ പാടില്ല, നാണം ഭയം ചേച്ചി. ഓ ഇന്ന് അവര് നാട് ഭരിക്കുക. അതെ. അവര് ഞാൻ ആദ്യം ചേട്ടനെ പരിചയപ്പെടാലോ. ചേട്ടന്റെ പേരെന്നാ? എന്റെ പേര് ജോൺ. ജോൺ. കേട്ടില്ല. ജോൺ. 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 ആ ഇവിടെ അടുത്താണോ വീട്? ഇവിടെ അടുത്താണോ? അടുത്ത അതെ അല്ലേ. മക്കളൊക്കെ? മകൻ ഒരാളുണ്ട്, താഴ്ത്താമിന്ന് പള്ളിക്ക് വരുന്നു, ജോൺസൺ. ജോൺസൺ. എന്നാ പരിപാടി? അവന് ജോലിക്ക് കെട്ടിടത്തിനൊക്കെ പണിക്ക് നടക്കുക. കെട്ടിടത്തിന്റെ പണിയൊക്കെ. ഞാനേ ഒരു കാര്യം ചെയ്യട്ടെ. നമ്മുടെ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് ഈ സാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെന്റ് ആണ്. ഈ 10 വർഷമായിട്ട് തുടർച്ചയായിട്ട് ഭരിക്കുക. അത് 10 വർഷമായിട്ട് ഇപ്പൊ ഉള്ള ഭരണത്തില് നമ്മളെ മുൻപ് തന്നെ ഇടതുപക്ഷത്തിന്റെ ആണെങ്കിലും മുഖ്യമന്ത്രിമാര് ഭരിച്ചിട്ടുണ്ട്. VS ഭരിച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഉള്ള ഈ UDFന്റെ ഗവൺമെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ, എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ ഈ 10 വർഷത്തെ ഈ ഭരണത്തിൽ? എന്താണ് അഭിപ്രായം എന്ന് പറയാം. ഈ 10 വർഷം കൊണ്ട് പച്ചവാസ പറഞ്ഞ ഇന്ന് ഈ കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങള് സമാധാന സമ്പൂർണമായിട്ട് ജീവിതമായി ഇന്ന് കഴിക്കുന്നത്. പഞ്ഞോ കാലത്തും വൈറ്റും കഞ്ഞി വെക്കാത്ത വീടുകളിൽ ധാരാളമുണ്ട്. ഇന്നെല്ലാം പരമാനന്ദമാണ്. യാതൊന്നിനും ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന്റെ ശേഷം യാതൊന്നിനും ഒരു കുറവുമില്ല. ഭക്ഷണ പദാർത്ഥങ്ങള് ഏതാണ്ട് മക്കള് വീട്ടിൽ ചെന്ന് കൊണ്ടുപോരുന്ന പോലെ റേഷൻകടയിൽ ചെന്ന് 10-30 കിലോ കൊണ്ടുപോരുക. സുഖമായി തിന്ന് സുഖിച്ച്. രണ്ടാമത് പുറമെ ഒരു 10,000-2,000 രൂപ കൂടെ മാസം പെണ്ണോ കേട് വന്ന 10 പൈസ ഇവൻ മുടക്കാനില്ല. ഈ സർക്കാർ മുഴുവനും അതും ചെയ്യുന്നു. ഇതിന്റെ മുമ്പ് എത്രയോ സർക്കാരുകൾ ഇവിടെ ഭരിച്ചു. എന്റെ എന്ന് പറയുവാൻ, നാക്ക് വളച്ച് പറയുവാൻ ഒരു വ്യക്തി നമ്മുടെ ഈ ഇവിടെ ഉണ്ടായിട്ടില്ല, ജില്ലയിലൊന്നല്ല. ഇന്ന് 1000 10,000 ആൾക്കാർക്കാണ് പട്ടയം കൊടുത്ത് പരിപൂർണമായി അവരെ സംരക്ഷിക്കുന്നു. വീടില്ല, എല്ലാരും കുടിലുകൾ കിടന്നതാ. ഇന്ന് അവർക്കെല്ലാം 1-ാം തരം കെട്ടിടങ്ങൾ ലക്ഷങ്ങൾ മുടക്കി ഈ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പെടുന്ന ജനവിഭാഗത്തിന്റെ യേശുവാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ സർക്കാർ. എന്താണ് ഇവിടെ ഇനി പോരാത്തത്? മറ്റേ സർക്കാർ ഭരിച്ചപ്പോ ആൾക്കാരെ കണ്ടാ അറിയാമായിരുന്നു. ഈ സർക്കാർ അധികാരം എന്നപ്പോൾ അങ്ങനെ ഒരു കുറവുണ്ട്, കണ്ടാ അറിയാല ആൾക്കാരെ. കാരണം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോ നേമല നിൽക്കുന്നവനെ ഇവിടെ ഒന്ന് നോക്കിച്ച അത് ഇന്നടത്ത് ഇന്നാരാ നിൽക്കുന്നത്, അപ്പൊ ഒന്ന് ചോദിച്ചു അത് ഇന്നടത്ത് ഇന്നാരാ എന്ന് പറയുമായിരുന്നു. കാരണം കണ്ണും നട്ട് ചെവിള് ഒട്ടി തോളൊക്കെ കടങ്ങഴി വെള്ളം കൊള്ളും, തോളും കുഴിഞ്ഞ മെലിഞ്ഞ് തെളിഞ്ഞ അസ്ഥികൂടം അവര് ഭരിച്ചുകൊണ്ടിരുന്നപ്പം. ഇന്ന് കണ്ടാ അറിയാമെന്ന് ഞാൻ പറയാൻ കാരണം, അടുത്ത് വന്നെങ്കിലോ സഖാവ് തന്നെ എന്റെ അടുത്ത് വരുമ്പോ അടുത്ത് നേരെ നോക്കുമ്പോഴേ ഇത് ഇന്നാരാണെന്ന്. ഇന്ന് തിന്ന് സുഖിച്ച് ചെവിടം വെച്ച് ചുണ്ടുകളൊക്കെ ചവന്ന് തോളുകളൊക്കെ നികന്ന് നല്ല വണ്ണം കുടവുണ്ട് തിന്ന് സുഖിച്ച് ആനന്ദമായിട്ടൊരു ജീവിതമായി ഇന്ന്. ഇങ്ങനെ ഒരു ജീവിതം ഈ രാജ്യത്ത് വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഏഴകളും പാവങ്ങളുമായിട്ടുള്ളവരെ അവരോട് മാറോട് ചേർത്ത് അവരുടെ സർവ്വകാര്യങ്ങൾ നോക്കി ഒരപ്പൻ ചെയ്യുന്ന അപ്പം തന്നെയാണ്. ഈ കഷ്ടപ്പെടുന്ന ജനവിഭാഗത്തിന്റെ രക്ഷകനായ യേശുവാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ആള്. ആറ്റടിമകളെ വീണ്ടുകൊള്ളുവാൻ ഒരാൾ ഉണ്ടായി. 1957 ഒരു ഉഴറുകാല നക്ഷത്രം ഉദിച്ചുയർന്നു. ഏഴകളെ മാറോടി ചേർക്കാൻ, ഏഴകളെ രക്ഷിക്കുവാൻ, മനുഷ്യനാക്കുവാൻ, അടിമത്തത്തിൽ കിടന്നവരെ മനുഷ്യരാക്കുവാൻ ആ ഉഴറുകാല നക്ഷത്രം 1957 ഉദിച്ചുയർന്നത് EMS ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹമാണ് അടിമത്തത്തെ തകർക്കുന്നത്. ഏഴകളെ മുഴുവനും യോജിപ്പിച്ച് തന്റെ മാറോട് ചേർത്തു. അന്തികുറുങ്ങാനിടയില്ല. എന്റെ എന്ന് പറയുവാൻ ഒരു സെന്റ് ഭൂമിയുള്ളവൻ ഈ രാജ്യത്തില്ലായിരുന്നു. അദ്ദേഹം വന്നതിന്റെ ശേഷം പറയുന്നു ഇവിടെ കിടപ്പാടില്ലാത്ത ഒറ്റത്തിന് കാണില്ല. അന്നെങ്കിൽ പാവങ്ങളെല്ലാം മേലാളന്മാരെയും തമ്പ്രാക്കന്മാരെയും നാടുവാഴികളുടെയും പറമ്പുകൂടെയാ കിടന്നത്. അതിനപ്പുറം ഒന്നും ഇല്ലായിരുന്നു. സർക്കാർ എന്തെല്ലാം രക്ഷാ രാജ്യത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നമ്മളെ ഇനിയിപ്പോ അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാല് ഉം. നമ്മുടെ രാജ്യത്ത് നിലവിൽ BJP നേതൃത്വം കൊടുക്കുന്ന ഒരു വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഭരണമാണല്ലോ ഇപ്പൊ നടക്കുന്നത്. അപ്പോ അതിനെ കേരളത്തിൽ മാത്രമാണ് ഒന്ന് പ്രതിരോധിച്ച് കണ്ടിട്ടുള്ളത്. കേരളത്തിലെ ഗവൺമെന്റ് മാത്രമാണ് അതിനെ പ്രതിരോധിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു ഇടതുപക്ഷ ബദൽ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരു പ്രതിരോധം കണ്ടിട്ടുള്ളത് കേരളത്തിലെ ഗവൺമെന്റ് മാത്രമാണെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു തോന്നലുണ്ടോ? തന്നെയാണ്, മറ്റാരും അല്ല. BJP ഭരണമെന്ന് പറയുന്നത് എന്റെ അഭിപ്രായം പറയുന്നു. അതായത് BJP ഭരണം 2 കൂട്ടക്കാർക്ക് പറ്റിയല്ല, ബാക്കി എല്ലാവർക്കും നല്ലതെന്ന് എനിക്ക് പറയാനുള്ളത്. ഈ രാജ്യത്തിലെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിമുകൾക്കും ദുരിതമാണ്. അവരെ ഞെരിക്കും. ഇപ്പം ഞെരിച്ചില്ല, അതിന് ഞെരിക്കാനുള്ള പദ്ധതിയാണല്ലോ. എത്രയോ പള്ളികളും ദേവാലയങ്ങളും വടക്കേണ്ടിയിൽ തകർത്തു കഴിഞ്ഞു. ഒരക്ഷരം പോലും വിദ്വാന്മാര് മിണ്ടിയിട്ടില്ല. അവരുടെ സമ്മതമാണ്, മകന് സമ്മതം കൊടുത്തുകൊണ്ടാണ്. ഇപ്പം അവരുടെ ലക്ഷ്യം ഈ രാജ്യം കൂടി ഇന്നും രാജ്യമാക്കി മാറ്റണം. ആ വർഗീയ വിദ്വേഷത്തിൽ അവരുടെ ഭരണം മുഴുവനും BJP ആകണം, മുഴുവനും ഹിന്ദു ആക്കി മാറ്റണം. അതിന് ഈ 2 കൂട്ടക്കാർക്ക് സമ്മതമല്ല. അപ്പൊ അവർക്ക് വലിയ ഞെരുക്കം വരും, കഷ്ടപ്പെടുന്നവരെ. ഇന്നീ കാണുന്നതെല്ലാം നിന്നു പോകും. ഇപ്പം റേഷൻ എടുക്കുന്ന മുമ്പേ പറഞ്ഞാൽ 10-30 കിലോ അരി സർക്കാർ വണ്ണ് വെച്ച് തിന്നു കാണുന്നു. അത് കാർഡ് കൊടുക്കണം. കാർഡ് അങ്ങ് കൊടുത്ത് പതിപ്പിച്ചിങ്ങനെ കിട്ടും, കാശൊന്നും കൊടുക്കണ്ട, കാർഡ് കൊടുക്കണം. ഇനിയിപ്പം വരാൻ പോകുന്നത് കാർഡൊന്നും വേണ്ട, നമ്പര് മതി. 666 ഒരു നമ്പര്. അത് കടലാനൊന്നുമല്ല. ഒന്ന് ഇടത്തേക്ക് അരിയോ വരത്തേലോ നെറ്റയിലോ കുറിച്ചേക്കും. കടയിൽ ചെന്ന് കഴിയുമ്പോൾ കടക്കാരൻ നമ്പരാണ് നോക്കുന്നത്. ആ നമ്പര് ഇല്ലാത്തവൻ അവിടെ നിൽക്കുകയാണെന്താ യാതൊന്നും കിട്ടുകയല്ല. കടയിൽ നിന്ന് ഒരിടത്തു നിന്നും ഒരു കട്ടൻ ചായ കടയൊക്കെ ഞാൻ കടക്കാരൻ നോക്കുന്നത് നമ്പരുണ്ടോ എന്നാ. ഇല്ലെങ്കിൽ അവൻ രാജ്യത്തുള്ളവനല്ല, രാജ്യദ്രോഹിയാ. ഈ നമ്പർ അംഗീകരിക്കണമെന്ന ഓർഡർ. അതില്ലാത്തവൻ എതിർക്കുന്നവനാ, അവനെതിരാളി രാജ്യദ്രോഹിയാ. അവനിവിടെ സ്ഥാനമില്ല, അവൻ കടന്നോണം, കൊന്നുവരെയും കളയും. ഇങ്ങനെ വലിയ ഞെരക്ക് 2 പാർട്ടിക്കാർക്ക് പോലും, ബാക്കിയുള്ളവർക്ക് നല്ലതുമാ. ഇവിടെ ഇത്രയോ പിടിച്ചു നിൽക്കാൻ കാരണം നമ്മുടെ ഈ സർക്കാര്. ബാക്കിയുള്ള ഇന്ത്യയിൽ തന്നെ നോക്കുമ്പോ അനേക സ്റ്റേറ്റുകളെ കൂടുതൽ നാൾ ഇന്ത്യ ആയത്. എന്നാൽ കേരള സ്റ്റേറ്റ് പോലെ മനോഹരമായ ഒരു സ്റ്റേറ്റ് ഇന്ത്യയിൽ വേറെ ഇല്ല. അത്ര പരമാനന്ദമാണ്. സുഖിമാന്മാരായി ആനന്ദം നൃത്തം ചെയ്ത വേറെ മക്കൾ ഇന്ന് കഴിയുന്നത്. എല്ലാ സർക്കാരും നൽകുന്നു. എന്താണ് ബാക്കി ഒരിടത്തിലില്ല, പട്ടിണി പാവങ്ങളാണ്. യാതൊന്നും ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ ഇല്ല. എന്താണ് ഇവിടെ ഇത് കിട്ടാൻ കാരണം? പിണറായി സർക്കാർ ഇത് ചെയ്യുന്നു പറഞ്ഞു, അദ്ദേഹം ഇത് ചെയ്യാൻ കാരണം തന്നെ അതുകൂടെ നമ്മൾ എന്റെ ബോധത്തിനാണ് പറയുന്നത്. ഇത് ചെയ്യാൻ കാരണം ഈ കേരളം മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഒന്ന. ഇന്ത്യ ഗവൺമെന്റ് സംബന്ധിച്ച് കൊച്ചു കേരളം ഇന്ത്യക്ക് മാതൃകയാണെന്ന്. വളരെ മനോഹരമായ ഒരു ഭരണം നടക്കുക, ഭരണം പുള്ളി നടത്തിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ രാജ്യം മുഴുവനും മാത്രമല്ല, ആകാശത്ത് കൂടി ചെങ്കടി പാറി നിൽക്കുക. അതിന്റെ ഫലമാണിത്. ഇന്ന് അനുഭവിക്കുന്ന ഈ സർവ്വതും അതാണ്. അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ കഷ്ടപ്പെടുന്ന ജനവിഭാഗവും കടമയാ. അപ്പനാ അദ്ദേഹം, മക്കളാ ഈ ഞാനൊക്കെ. അദ്ദേഹത്തിന് എതിര് വരരുത്, അദ്ദേഹത്തെ സഹായിക്കണം. മറ്റൊന്നും കൊണ്ടുചെല്ലണ്ട, പോയി കാണുവാൻ സ്തുതിയില്ല, ഒന്നും വേണ്ട. ശത്രുക്കളെ അടിക്കുന്ന, അദ്ദേഹത്തിന്റെ ശത്രുക്കളെ അടിച്ചു തകർക്കുന്ന ചാട്ട ഓരോരുത്തരുടെ കയ്യിലുണ്ട്. ആ ചാട്ടയ്ക്ക് കൊടുത്താൽ തകർന്നോളും. ആ ചാട്ടയാണ് വരാൻ പോകുന്ന ഇലക്ഷൻ. ഓരോരുത്തരും വോട്ട് കൊടുത്തു കഴിയുമ്പോൾ ചാടി അടിക്കുമ്പോഴേ അതിന് കരുത്ത്, ആ കരങ്ങൾക്ക് കരുത്ത് നമ്മൾ കൊടുക്കണം. മറ്റവരെതിർക്കുന്നു, വാനിൽ പറന്ന് നിൽക്കുന്നു, ഭൂമിയിൽ പറന്ന് നിൽക്കുന്നു, ചെങ്കൊടി പറിച്ച് ചുട്ടുകളയണമെന്ന് അവര് പറയുന്നത്. അപ്പോഴേ അവർക്ക് പഴയ അടിമത്തത്തിൽ കൊണ്ടുവരുത്തുള്ളൂ. അപ്പം ഈ കൊടി ഇനിയും ഉയരുവാൻ പണിയെടുക്കണം കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങൾ, ഞാൻ ഉൾപ്പെടെയുള്ള പാവം. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾക്ക് ശക്തി കൊടുക്കുക. അതാണ് ഇത്ര ധീരതയോടെ ഭരിക്കുന്നത്.
നിലവിൽ കേന്ദ്രം ഭരിക്കണ അവരുടെ ഇതിലാണല്ലോ ഇപ്പൊ കണ്ടില്ല, പേര് നോക്കിയിട്ടാണല്ലോ നമ്മുടെ മറ്റേ PWD മിനിസ്റ്റർ പേരും മുഹമ്മദ് റിയാസ് എന്നായതുകൊണ്ടാണ് ഈ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു മിനിസ്റ്ററെ ഒഴിവാക്കിക്കൊണ്ട് അവർ ഉദ്ഘാടനം ചെയ്ത് നാഷണൽ ഹൈവേ. അത് കണ്ടായിരുന്നോ, വാർത്ത കണ്ടായിരുന്നോ? എനിക്ക് അറിയില്ല. ഒന്നാമത് പറയാൻ പോകുന്നത് പള്ളിക്കൂടം കണ്ടിട്ടുള്ളവനല്ല, വയസ്സ് 85 കഴിഞ്ഞവനാ. ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് നിങ്ങൾ പഠിച്ച അധികം വകയില്ല, ഉണ്ടെങ്കിൽ തന്നെ വിടാൻ കാരണന്മാർക്ക് വശവുമില്ല. അനുഭവത്തിന്റെ പറയാൻ കഴിയുന്നത് മുഹമ്മദ് റിയാസ് ആണ് പേര് എന്നുള്ളത് കൊണ്ട് ഈ PWD മിനിസ്റ്റർ മന്ത്രിനെ മാറ്റി അവിടെ ഉദ്ഘാടനത്തിന് പേര് വെട്ടിമാറ്റിയിട്ട് BJPയുടെ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് സ്ഥലം എടുത്തു കൊടുക്കാനും 5000 കോടി 55,000 കോടി രൂപയുടെ സ്ഥലം എടുത്തു കൊടുത്തു. ഇതിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഈ NHAയുടെ നോഡൽ ഏജൻസി PWD ആണ്. ആ PWDയുടെ മിനിസ്റ്റർ മന്ത്രി വിളിക്കാതെ ഉദ്ഘാടനം നടത്താൻ കൊള്ളാമോ? പക്ഷെ ജനങ്ങളും മന്ത്രിയും എല്ലാം കൂടി അവര് ജനകീയ ഉദ്ഘാടനങ്ങൾ നടത്തി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക്. നിലവില് നമ്മുടെ ഇപ്പൊ ദേവികുളം മണ്ഡലമാണല്ലോ നമ്മുടെ. ദേവികുളം മണ്ഡലത്തില് ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ നമ്മുടെ അഡ്വക്കേറ്റ് A രാജയായിരുന്നു സ്ഥാനാർത്ഥി. അപ്പൊ സ്ഥാനാർത്ഥിയല്ല, MLA ആണ്. നിലവിലുണ്ടായിരുന്ന MLA. ആ MLA തന്നെയാണ് ഇപ്പൊ വീണ്ടും മത്സരിക്കുന്നത്. അപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മുടെ ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കുമോ? വിജയ സാധ്യത എത്രത്തോളം ഉണ്ട്? നമ്മുടെ സ്ഥാനാർത്ഥി, അതായത് NDAന്റെ സ്ഥാനാർത്ഥി ജയിച്ചില്ല എങ്കിൽ ഇവിടെ അന്ധകാരത്തിലായി, ഇവിടുത്തെ ജീവൻ തന്നെ അവതാളത്തിലായി. ഇത്രയോ ഐശ്വര്യങ്ങളും അവകാശങ്ങളും സ്വാതന്ത്ര്യം എല്ലാം ലഭിച്ചത് അദ്ദേഹം അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ്. എല്ലാ കാര്യത്തിലും അദ്ദേഹം മാറി മറ്റേ രാജ്യമാണെങ്കിൽ തീർന്നു ഇവിടുത്തെ കാര്യം. നട്ടുവെച്ച സമയത്ത് സൂര്യൻ അസ്തമിക്കും. ഇതിൻ്റെതായ ഒരു വികസന കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോ ഈ വന്ന പിന്നല്ലേ അദ്ദേഹം MLA ആയിട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ഇന്ന് കാണുന്ന ഐശ്വര്യങ്ങൾ മുഴുവനും. അദ്ദേഹം വീണ്ടും വരികയാണെങ്കിൽ ഈ കര പ്രത്യേകിച്ച് ഒന്നുകൂടെ പുഷ്ടിമപ്പെടും, ഐശ്വര്യപ്പെടും. ഇവിടെയുള്ള ജനത്തിന് അതിൻ്റെതായ ആശ്വാസവാനൊന്നും എല്ലാം ഉണ്ടാകും. മറിച്ച് എതിരാളിയാണ് തീർന്നു ഇവിടുത്തെ കാര്യം. ഈ കഷ്ടപ്പെടുന്ന ജനവിഭാഗത്തിന്റെ ശത്രുക്കളാ അവരൊന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ സാധിക്കുകയില്ല. എന്തെല്ലാം രക്ഷയാണ് ഈ മുമ്പേ പറഞ്ഞ നമ്മൾ ഈ സർക്കാർ ചെയ്യുന്നത്. കാരണം നമ്മുടെയൊക്കെ പെണ്ണുങ്ങള് ആരെങ്കിലും 2 പേരെ കണ്ടാ ഓടി കാട്ടിക്കേറി ഒളിക്കുന്ന ഒരു കാലം കൂടി ഉണ്ടായിരുന്നു. മനുഷ്യനെ കാണാൻ പാടില്ല, നാണം ഭയം തെറ്റിയ. ഇന്ന് അവര് നാട് ഭരിക്കുക. അവരെ ഉയർച്ച വാനോളം എതിരെ പോന്നു. ഈ കേന്ദ്രനാരിന്റെ അയൽക്കൂട്ടം ഏകാനിന് വന്നപ്പോ പേര് മാറ്റിയെന്നേ ഉള്ളൂ, കുടുംബശ്രീ എന്നാക്കി. എങ്കിലും ഇപ്പൊ പേരിലാണ്. അപ്പൊ ഉണ്ടാക്കിയത് ഇരിക്കാനാരാ? അയൽക്കൂട്ടം നാട്ടിലെ പേര് AK ആന്റണി അധികാരത്തിൽ നിൽക്കും. അവരിട്ട പേരല്ലേ, പേരൊന്നും മാറ്റാന്ന് കണ്ട് കുടുംബശ്രീയെ പുള്ളി ഒന്ന് അയൽക്കൂട്ടം എന്നാക്കി. ഇന്ന് അയൽക്കൂട്ടം മുഖാന്തരം പെണ്ണുങ്ങൾ പോയി ഉച്ചയിലാണ് നിൽക്കുന്നത്, രാജ്യം ഭരിക്കുകയാണ്. അതുകൊണ്ട് വാസ്തുവാഞ്ചർ ഓടിക്കുന്നു, ബസ് ഓടിക്കുന്നു, ലോറി ഓടിക്കുന്നു, കാർ ഓടിക്കുന്നു. ഈ പറഞ്ഞ പെണ്ണുങ്ങൾ സൈക്കിൾ ഓടിക്കുന്നു. മാത്രം പോരാ, ഈ ആകാശത്തിൽ കൂടി വിമാനം കൂടെ പറപ്പിച്ചുകൊണ്ട് പോകുന്നു. ഈ പറഞ്ഞ പെണ്ണുങ്ങളെ കാട്ടിക്കറി ഒളിക്കുന്നതായിരുന്നു പക്ഷേ ഈ കാണുന്ന കാലത്ത് ലജ്ജയും ഭയവും. ഇന്ന് ആകാശമാർഗം വാഹനങ്ങൾ ഓടിക്കുന്നു, രാജ്യം ഭരിക്കുന്നു. അയൽക്കൂട്ടം വഴി അല്ലെങ്കിൽ കുടുംബശ്രീ വഴി കയറിപ്പോകുന്നു. എത്രയോ ഐശ്വര്യമാനന്ദമാണ്. എങ്ങനെയുണ്ടായി? LDF സർക്കാർ ഉണ്ടായത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇന്ന് ഈ അടിമത്തത്തിൽ കിടക്കും, സംശയമില്ല. ഇങ്ങനെ എല്ലാത്തിനും നമുക്കിപ്പോ നിലവില് നമ്മുടെ ആശുപത്രിയിലൊക്കെ അടുത്ത കാലത്ത് അങ്ങ് പോയായിരുന്നു. ഒരു മാസമായിരുന്നു പോകാതിരിക്കാൻ തുടങ്ങിയിട്ട്. ആശുപത്രിയിൽ പോവും. അവിടെയൊക്കെ ചെന്നാ മതി, ഒന്നിനും ഒരു പൈസ മുടക്കണ്ട. പരിശോധിച്ച നല്ല ഡോക്ടർമാരെയായിട്ട് ചെയ്യുന്നത്.
അവര് പരിശോധിച്ചിട്ട് വേണ്ട മരുന്ന് ഇങ്ങനെ തന്നേക്കാ, കൊണ്ടൊന്ന് കഴിച്ചാൽ മതി, ഒരു പൈസക്ക് മുടക്കണ്ട. ആശുപത്രിയൊക്കെ നന്നാക്കി എല്ലാം നന്നായി മനോഹരമായി മാറ്റി. എത്ര ആനന്ദകരമാണ്. അവരൊക്കെ പരിചയം കന്നാലി കൊണ്ട് വലിയതായിരുന്നു ആശുപത്രികളൊക്കെ. ഇന്നതല്ല. നോക്കി നിന്ന് ആശുപത്രി തന്നെ കണ്ട് എത്ര മനോഹരമായിട്ട്. നല്ല നല്ല ഡിഗ്രിക്കാര് ഡോക്ടർമാര് ഒരു പരിശോധിച്ച് 10 പൈസ മുടക്കണ്ട, നന്നായിരിക്കുന്നു മരുന്നുകളെല്ലാം. അത് കഴിച്ചു കഴിഞ്ഞ് അവര് വന്ന് പിന്നെയും ചെല്ലും ആവശ്യമെങ്കിൽ. ഞാനിപ്പോ 1 മാസമായി പോകാതിരിക്കാൻ. വൈകുന്നേരം വരെ ഉണ്ടെന്ന് തോന്നുന്നു ഡോക്ടർ. ഉണ്ടെന്നാ തോന്നുന്നത്. 4 മണി 5 മണി 4-5 മണി വരെ ഉണ്ട് ഡോക്ടർ ഉണ്ട്. നേരത്തെ 12 മണി വരെ ഉള്ളൂ. അവിടെ കഴിഞ്ഞ് പോകും. ഇന്നതല്ല. എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ നൽകി ഓരോരുത്തരും ഞാൻ ഉൾപ്പെടെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന് നീളാൻ പോകുമോ ഇതൊന്ന് ഭയപ്പെടുന്നു. ഇവിടുത്തെ പോക്കതാണ് ജനത്തിന്റെ. അവര് ഭയം കൂടി ഉൾഭയം കൂടി ഉണ്ട്. അടുത്തു അവര് ചെയ്യാവുന്നത് ഒഴിയുന്നു. ബോട്ട് വിട്ടുകൊണ്ട് ഇറങ്ങും. ഇവിടെ ഇറങ്ങാതിരുന്നെങ്കിൽ കഴിഞ്ഞതിന് പഞ്ചായത്തിന് എനിക്കറിയാം. പെൻഷനെല്ലാം കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. ഒന്നിനും കുറവില്ല. ഇപ്പം 2000 രൂപ കിട്ടുന്നത്. 2000 രൂപ പെൻഷൻ മേടിച്ചു തുടങ്ങുമ്പോ എത്രയായിരുന്നു? കൊല്ലം മുമ്പാ ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാൾ സൂക്ഷിച്ച ഓർക്കുന്നില്ല. കുറെ ആയി. മേടിക്കുമ്പോ എത്രയായിരുന്നു ഓർക്കുന്നുണ്ടോ തുക? ഞാൻ വാങ്ങുമ്പോ ഇത്രയോ ഇല്ല. അത് അന്ന് 1300 1200 ഉണ്ടായിരുന്നു. അത് വർദ്ധിച്ച് നമ്മുടെ സർക്കാർ വർദ്ധിപ്പിച്ച് ഇപ്പൊ ഞാൻ 2000 വെച്ച് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് തുടങ്ങിയ കാലം ഓർക്കുന്നുണ്ടോ? തുടങ്ങിയ കാലത്ത് 45 രൂപ ഉണ്ടായിരുന്നു. അതും അന്ന് കിട്ടിയിട്ടില്ല. അന്ന് കിട്ടൂല. ആരാ തുടങ്ങിയെന്ന് അറിയാമോ? എന്റെ കാലത്താണോ അത്? അതെ അതെ, വയനാട്ടിൽ അതിന്റെ കാലത്ത് തുടങ്ങി. 45 രൂപയായിരുന്നു പെൻഷൻ. അത് കൂട്ടി 45 രൂപ എന്നുള്ളത് പിന്നെ കൂട്ടി ഈ 2000 രൂപ വരെ വന്നപ്പോ അതില് UDF എത്ര കൂട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ? 10 വർഷം. അവര് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. അത് ഇല്ലെന്നാക്കാനല്ല അവര് ശ്രമിച്ചത്. അതൊരു 100 രൂപ കൂടുതൽ വരാന്ന് പറഞ്ഞായിരുന്നു. വാക്കേ ഉള്ളൂ, കിട്ടിയിട്ടില്ല. ഈ സർക്കാർ അതുകൂടെ തടയുക ചെയ്തത്. അത് കുടിശ്ശികയാക്കി വെച്ചിട്ടാ പോയത്. 18 മാസം കിട്ടാതെ ഇരുന്നു. 18 മാസം കുടിശ്ശികയും ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ 18 മാസം ഒരുമിച്ച് 18 മാസം കിട്ടാനുണ്ടായിരുന്നു. 18 മാസം ഒരുമിച്ച് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ എല്ലാവർക്കും കിട്ടി. ബാങ്കിൽ കിട്ടിയോ? വീട്ടിൽ കൊണ്ടുവന്നോ? അന്ന് ചെന്നു അങ്ങനെ. ഇപ്പം പറ്റുമെങ്കിൽ പോയാൽ മതി. അല്ലെ വീട്ടിൽ കൊണ്ടു വരുന്നു. എന്നതാ സഖാവേ ഇതൊക്കെ പറഞ്ഞാല് വീട്ടിൽ കൊണ്ടു വരിക. അതിന് വേണ്ടിട്ട് വിഷമിച്ച് പോകണ്ട. പൈസ എന്നെ പോലെ കളവന്മാരും പോകണം. വീട്ടിൽ കൊണ്ടു വരിക. സൗഭാഗ്യ സമ്പൂർണമായ ഒരു ഭരണമാണിത്. ഇതിന് ഒരു ഭരണം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ അമ്മ പറഞ്ഞ ദൈവമാണ്, യേശു തമ്പുരാനാണ് പിണറായി സർക്കാരും അദ്ദേഹത്തിന്റെ മന്ത്രി. അതിപ്പോ ഇനിയിപ്പോ ഇത്രയും തന്നു വച്ചേക്കണത് കൊണ്ട് ചിലപ്പോ ഈ UDF ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ തരും എന്നുള്ള പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷിക്കാൻ പറ്റുകയല്ല. അവരെങ്ങനെ ഒതുക്കാനേ നോക്കുള്ളൂ. അവരൊതുക്കാനേ നോക്കുള്ളൂ. അവർക്കിതൊന്നും ശ്രദ്ധിക്കാൻ അവർക്ക് സാധിക്കല്ല. ചെയ്യാതെ അവര് കയറിയപ്പോഴേക്കും അവരുടെ വീട്ടുകാരും അവരുടെ ബന്ധുക്കളും അവരുടെ നാട്ടുകാരെയൊക്കെ പ്രസാദിപ്പിക്കുക ചെയ്യാൻ അവർക്ക് ചെയ്തു. നാടിനൊന്നും ചെയ്തിട്ടില്ല. എന്ത് കിട്ടിയിട്ടുണ്ട്? ഒന്നുമില്ല. താല്പര്യക്കാരനൊന്നും കിട്ടിയിട്ടില്ല. അതിന് ഒരിക്കലും റേഷൻ വാങ്ങാൻ വസതിയിലായി. റേഷൻ വാങ്ങാൻ കാശില്ലാഞ്ഞിട്ട് ഞാൻ റേഷൻ വാങ്ങാതെ ഇരുന്ന ദിവസങ്ങളുണ്ട് അക്കാലത്ത്. ഇന്ന് ചുവട്ടുകാരെ കൂടി എന്നാ മതി. അരച്ചാക്ക് മുക്കാച്ചാക്ക് ഇങ്ങോട്ട് മറിച്ച് തരിക. കുറഞ്ഞ് വെച്ച് തിന്ന് തീരുമുണ്ട്. അത്രയോടെ വന്നു കഴിഞ്ഞു. പുറമെ 2000 രൂപയുടെ മാസം ബാക്കി എല്ലാ കാര്യങ്ങളും. ഇന്നതൊന്നുമില്ല. കെട്ടിടമില്ല. എനിക്കും കിട്ടി ഇപ്പൊ ഒരു കെട്ടിടം ലൈഫിന്റെ. അതെ, എനിക്കെന്തോന്നു ഈ സർക്കാർ. എനിക്ക് മാത്രമേ ഉള്ളൂ. എത്രയോ ലക്ഷം ആയിരങ്ങൾക്ക് കൊടുക്കുന്നു. ഇവിടെ എന്നതിനായി 5 ലക്ഷത്തിന് മുകളിൽ കൊടുത്തു കഴിഞ്ഞു. കൊടുത്തുകൊണ്ടിരിക്കുക. അപേക്ഷ വെച്ചവർക്കൊക്കെ കൊടുക്കുക. ആരെ ഉപേക്ഷിക്കുന്നില്ല. ഉപേക്ഷിക്കുകയില്ല ഈ സർക്കാർ. ഇതൊക്കെ കാണുമ്പോൾ മറ്റൊരു പല്ല് ഇറങ്ങുക. നമ്മുടെ ജനത്തിനും എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. ഈ അവരുടെ പഞ്ചാരവാക്ക് കേട്ട് ചാഞ്ഞു പോകുന്നവർ പലരും ഉണ്ട് ഇവിടെ. എനിക്കറിയാം. ഏറ്റവും കൂടുതൽ പുതിയ കുട്ടികൾക്ക് അറിയില്ലല്ലോ. 10 വർഷം മുമ്പ് അറിവ് കുറവുള്ള, അതായത് ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്ക് അറിയില്ല. 5 വയസ്സോ 8 വയസ്സോ 8 വയസ്സ് ഉള്ള ഒരാൾക്ക്
10 വർഷം മുമ്പ് 8 വയസ്സുള്ള ഒരാളാണ് ഇനി വോട്ട് ചെയ്യാൻ പോണേ. അവർക്കറിയില്ല. അതൊരു അപകടമാണ്. അപകടം അതെന്ന് വെച്ചാൽ അപകടം എന്നല്ല, അവർക്ക് അവർക്കറിയില്ല. അവര് കാണുമ്പോ ഇതെല്ലാം ഉണ്ട്. ഉണ്ട്. അവർക്ക് പവർ കട്ട് ഇല്ല, കാരണം ഇതെല്ലാം കുഴപ്പമൊന്നുമില്ല. റോഡുകളുണ്ട്, ആശുപത്രി നന്നായി, അവർ നല്ല നല്ല രീതിയിലാണ് പോണേ. അപ്പൊ ഇതിനു മുമ്പൊരു ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോ എന്തായിരുന്നു എന്ന് അവർക്ക് അറിയില്ല. അതൊരു വലിയ ഇപ്പോഴും ഉണ്ട് ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നമ്മുടെ പഞ്ചായത്തൊക്കെ നടന്നത് സങ്കടമുണ്ട്. ഞങ്ങൾ